ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് പട്ടുപാവാട ബ്ലൗസ് കട്ടിങ്സ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ബ്ലൗസ് തയ്ക്കാനായി ഒരു 1/2 മീറ്റർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു സിൽക്ക് ടൈപ്പിലുള്ളൊരു തുണിയാണ്. അപ്പോൾ ഇതിൽ അളവ് ഞാൻ അടയാളപ്പെടുത്തുന്നില്ല. ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തി ഞാൻ കാണിച്ചു തരാം. കുട്ടികളുടെ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അളവ് നോക്കി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ അളവുകളും അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അളവ് ബ്ലൗസാണ്. ഇതിൻ്റെ അളവ് ഓരോന്നും നമുക്ക് അടയാളപ്പെടുത്താം. ഇതിൻ്റെ വണ്ണം ഞാൻ ആദ്യം നോക്കുന്നുണ്ട്. ഇവിടെ വണ്ണം വന്നിരിക്കുന്നത് ഒരു 12.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 6.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വണ്ണം ഒരു 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആദ്യം 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അളവ് തുണി ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നെക്കുകൾ, ബാക്ക് നെക്ക് ഞാൻ അടയാളപ്പെടുത്തി, ഫ്രണ്ട് നെക്ക് ഞാൻ അടയാളപ്പെടുത്തി. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇറക്കം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ബാക്ക് നെക്ക് ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി ഇതിൻ്റെ ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തി. കൈക്കുഴി കൂടി ഒന്ന് അടയാളപ്പെടുത്താം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ അളവെടുക്കുന്നത് ചുരിദാറിൻ്റെ മെഷർമെൻറ്റിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താണ് ഞാനിത് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടുപ്പിൻ്റെ മെഷർമെൻറ്റ് എടുത്തതുപോലെ തന്നെ എടുത്താൽ മതി. ഇവിടെ ഷോൾഡർ വന്നിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് സീം അലവൻസ്. ഇതിൻ്റെ ആം ഹോൾ വന്നിരിക്കുന്നത് ഫ്രണ്ട് വശത്ത് വെച്ചാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പോൾ ഒരു 4.25 ഇഞ്ച് എടുത്താൽ മതി. 4.25 ഇഞ്ച് നോട്ട് ചെയ്തു. ആം ഹോൾ 4.25 വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് നീട്ടി വരക്കാം. ഇനി ഇതിൻ്റെ കഴുത്ത് വന്നിരിക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് എടുത്താൽ മതി. ഇതിൻ്റെ ഫ്രണ്ട് ഇറക്കം 4.25 വന്നത്. അപ്പോൾ ഒരു 4 അടയാളപ്പെടുത്തിയാൽ മതി. ബാക്ക് ഇറക്കം 3.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3.25 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഷേപ്പുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇറക്കം അതുപോലെ തന്നെ താഴെ 6.25 വരച്ചു കൊടുത്ത് അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഷേപ്പൊന്നും ചെയ്യുന്നില്ല. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് കൊടുത്താൽ മതി. അതിന് ശേഷം 6.25 ശേഷം ഇതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഇതിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കാം.
ഇനി അതിൻ്റെ ഹുക്സിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാനായിട്ട് അവിടെ ഒന്ന് കൂട്ടി തയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും 1.5 അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിയും ഇറക്കം നമ്മൾ ഇത്ര മാത്രം എടുത്താൽ പോരാ, ഇന്ന് കുറച്ച് കൂട്ടിയെടുക്കണം. കൂട്ടിയെടുത്ത് ഇവിടെ ഒന്ന് കൂട്ടി കുറച്ചധികം എടുക്കാനുണ്ട്. അപ്പം ഇതിനേക്കാൾ ഒരു 1 ഇഞ്ച് ഓളം കൂട്ടി എടുക്കാം. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിൻ്റെ കൈ എത്രയാണോ എന്ന് അടയാളപ്പെടുത്തി അതിന് ശേഷം ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ പോയിൻ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഞാൻ ചുരിദാറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തു. ഷേപ്പ് എവിടെയാണോ വരുന്നത് അവിടെ വരെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നൈറ്റി സ്റ്റിച്ചിങ്ങിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. അത് നീട്ടി വരച്ചു. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് തയ്ക്കേണ്ടത്. അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിനെ ഇങ്ങനെ നീട്ടി വരച്ചു. അപ്പം ഇതൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് വെട്ടിയെടുക്കാം. ആദ്യം ചെയ്യുന്നത് ഈ തുണിയുടെ നല്ല വശത്ത് വെച്ചതിന് ശേഷം തയ്ച്ച് ഉള്ളിലേക്ക് മറിച്ചിടുക. അതിന് ശേഷം 2 വശം ഒന്ന് പതിച്ച് തയ്ക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വശത്തു നിന്ന് തയ്ച്ച് ഉള്ളുവശത്തേക്ക് ഇട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് വശം തയ്ച്ച് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ബാക്ക് വശവും ഇതുപോലെ തയ്ച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തു. ബാക്ക് ഭാഗത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹുക്സ് വെക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ ഇതുപോലെ ചെയ്തുകൊണ്ട് നമ്മൾ തയ്ച്ച ആ തുണിയെ മൊത്തം ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ തയ്ച്ചു കൊടുത്തു. ഇനി മറ്റേ വശത്ത് ചെയ്യേണ്ടത് ഇതുപോലെ അരയിഞ്ച് സീം അലവൻസ് ഇട്ട് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് ചെറുതായി മടക്കി ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ എത്രയാണോ നമ്മൾ നേരത്തെ എടുത്ത വീതി അത്രയും വീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷേപ്പുകൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ടക്കുകൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അളവ് ബ്ലൗസിൻ്റെ ടക്ക് കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ നോക്കാം. ഇത് ബാക്ക് വശത്താണ് ഇതിൻ്റെ ടക്ക് കൊടുത്തത്. ചില ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശത്തായിരിക്കും ടക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ബാക്ക് വശത്താണ് കൊടുത്തത്. ഇതിൻ്റെ ഹുക്സ് വെക്കാൻ വേണ്ടി വെച്ച പടിയുടെ അവിടെ നിന്ന് ടേപ്പ് വെക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം. അതിൻ്റെ സെൻട്രലിലാണ് നമ്മൾ മടക്കി ടക്കിടാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് വെച്ചാണ് നമ്മൾ ടക്കിടാൻ പോകുന്നത്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് വരുന്നിടത്താണ് ഈ ടക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 6 ഇഞ്ചോളം ഈ ടക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതിൻ്റെ പടി വരുന്ന അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് വരുന്ന ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1/4 ഇഞ്ചിൽ 6 ഇഞ്ച് ഇറക്കത്തിൽ ടക്കിയിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൈകൾ രണ്ടും യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം. പഴയ ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് ഷേപ്പിലൂടെ ഒന്ന് വരച്ചു കൊടുത്തു. സ്ലിറ്റ് വരുന്ന ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ചുരിദാറിന് തയ്ക്കുന്നത് പോലെ ഒന്ന് തയ്ച്ചു കൊടുത്ത് അടിവശം ഒന്ന് മടക്കി തയ്ക്കണം. ഈ ടോപ്പിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. താഴെവശവും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അങ്ങനെ പട്ടുപാവാടയുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാവാടയ്ക്ക് നല്ല മാച്ചിങ് ആണ് ഈ ബ്ലൗസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.